വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ലിറ്റിൽ മൗണ്ട് മെട്രോൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്ത് നേരമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് ലോഡ് കയറ്റേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒളിമ്പിയ എന്ന് പറയും, നമ്മുടെ ഈ കടുത്താനുള്ള ബാക്ക് സൈഡ്. ഗൈസ്, നമ്മൾ ലിറ്റിൽ മൗണ്ടിൽ വന്നപ്പോൾ അവർ ലൊക്കേഷൻ തെറ്റായിട്ടുള്ളൂ. അപ്പോൾ ആലന്തൂർ മെട്രോൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് ലോഡൊക്കെ കയറ്റി നമ്മൾ തിരുമുടിവാക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 18 കിലോമീറ്റർ ഉണ്ട്. കാലത്തെ നേരത്തായി തന്നെ കുറച്ച് ട്രാഫിക്കൊക്കെ ഇങ്ങനെ മൂവായി വന്നിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തെത്തി. എയർപോർട്ടാണ്, ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗമാണിത്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ മുന്നിൽ പോയിട്ട് റൈറ്റ് എടുത്ത് നമ്മൾ പമ്മൽ റോഡിൽ. അപ്പോൾ ഇത് പല്ലാവരം ആണ്. അപ്പം നമ്മൾ പമ്മൽ റോഡിൽ നിന്ന് തിരുമുടിവാക്കം പോകേണ്ട ആ വഴിക്ക് നമ്മൾ കയറി. ഈ റോഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് തൊട്ട് എനിക്ക് വരയ്ക്കും കുണ്ടും കുഴി തന്നെയായിരുന്നു. ഒരുമാതിരി വൃത്തികെട്ട റോഡാണത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് തിരുമുടി ഭാഗത്തൊക്കെ എത്താറായി. ചെന്നൈ കോർപ്പറേഷൻ്റെ വേസ്റ്റ് ഡിപ്പോട്ട് ചെയ്യുന്ന സ്ഥലമാണത്. അപ്പോൾ നമ്മൾ തിരുമുടിവാക്കം നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തി. ജസ്റ്റ് 2 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പം ഇനി മണ്ണിട്ട ഒരു റോഡ് വരും. അപ്പോൾ അതേ ആ ലാസ്റ്റിൽ വണ്ടി നിൽക്കണുണ്ട്, അവിടെയാണ് നമുക്ക് ലോഡ് ഇറക്കുന്നത്. അപ്പോൾ അടുത്ത ലോഡ് ബുക്കായി. ലോഡ് കയറ്റിക്കൊണ്ടൊക്കെയാണ് ബാക്കിൽ. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ആൻഡർസൺ പേട്ടാണ്. അപ്പോൾ തിരുവള്ളൂർ പോണ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 18-19 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോഡൊക്കെ കയറ്റി ബില്ലൊക്കെ റിസീവ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പോണ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലോഡ് കയറ്റി. വയലിൻ ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റിയത്. ലോഡ് കയറ്റി നമ്മൾ ആൻഡർസൺ പേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കറക്റ്റ് 19 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസിലാകെ ഒരു 1.5-2 കിലോമീറ്റർ പോകുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ഇടവഴിക്കൂടെ നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറി. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ അടുത്ത ഒരു റൈറ്റ് വരും. ആ റൈറ്റിൽ നിന്ന് നമ്മൾ കയറി നമ്മുടെ ഇടവഴി കൂടെ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിലേക്ക് കയറും. ഈ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിലേക്ക് കയറാൻ ഏതാണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 1:45 ആയിട്ടുണ്ട്. അടിപൊളി കൃഷിയൊക്കെ കാണാനുണ്ട്. നല്ല ചൂട് അവരൊക്കെ പണിയെടുക്കണം. ഇപ്പോൾ പുതിയത് ഇട്ടതാണ്. വെള്ളപ്പൊക്കത്തിലൊക്കെ ഇടിഞ്ഞ് പോയതിന് ശേഷം പെട്ട റോഡാണ്. ആകെ ഒരു വണ്ടിക്ക് വരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഏതെങ്കിലും ഒരു വണ്ടി ഒതുക്കി കൊടുത്താലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ തിരുവള്ളൂർ ബൈപ്പാസിൽ കയറി. സാധാരണ ചെന്നൈയിൽ എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും. ഈ
ഏത് സമയത്തും തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ചെന്നൈ തിരുവള്ളൂർ ബൈപ്പാസിൽ കയറി. ഇനി ഇവിടുന്ന് ആകെ ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. അതിനുള്ളിൽ ഡീസൽ നിറയ്ക്കണം. അപ്പോൾ ആ BP-ന്ന് ഡീസൽ നിറയ്ക്കണം. അപ്പോൾ ഡീസലൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടുന്ന് ഇറങ്ങി കറക്റ്റ് 900 വരെ ഡീസൽ നമ്മുടെ ടാങ്കിലുണ്ട്. അപ്പോൾ നമ്മളിത് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് എത്തി ഇറക്കിയിട്ടാണ്. അപ്പോൾ ഇതേ അടുത്ത ലോഡ് കയറ്റി നമ്മൾ തിരുമുടിവാക്കത്തേക്ക് വീണ്ടും പോവുകയാണ്. തിരുമുഴിയിൽ നിന്നാണ് ലോഡ് കയറ്റിയത്. തിരുമുഴിയിൽ നിന്ന് ലോഡ് കയറ്റി നമ്മൾ തിരുമുടിവാക്കത്തേക്ക് പോവുകയാണ്. 17 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഉച്ച ഒരു 2:20 ആയിട്ട് ഇപ്പോൾ സമയം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് റോഡൊക്കെ ഭയങ്കര പോക്കാണ് ഗൈസ്. ഇത് സിഡ്കോ എന്ന് പറയും. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ ഇനി നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൻ്റെ സർവീസ് റോഡിൽ കയറും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ആസ് യൂഷ്വൽ വന്ന വഴി കൂടെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമ്മൾ തിരുമുടിവാക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറി. ഗ്ലാസിൻ്റെ ഭയങ്കര ഡസ്റ്റാണ്. അപ്പോൾ നമ്മളിത് റിംഗ് റോഡ് ബൈപ്പാസിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ ബൈപ്പാസിൽ കയറും. നേരത്തെ പോലെ തന്നെ ഇവിടുന്ന് ആകെ 2 കിലോമീറ്റർ നമുക്ക് ബൈപ്പാസിൽ യാത്രയുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ സർവീസ് റോഡ്. അപ്പോൾ നമ്മളിതേ ബൈപ്പാസിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നിൽ പോയിട്ട് നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറും. ആ താഴെ കാണുന്നത് കുമ്പളത്തൂർ പോണ റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നിൽ പോയിട്ട് നമ്മൾ ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡിലേക്ക് കയറും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ സർവീസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ആകെ ഒരു 2.5 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് ഏതെങ്കിലും ലോഡ് കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഗൈസ് നമുക്ക് അടുത്ത ലോഡും ബുക്കായിട്ടുണ്ട്. തിരുമുടിവാക്കത്തിൽ നിന്നാണ് നമുക്ക് അടുത്ത ലോഡ്. തിരുമുടിവാക്കത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടത് മരമൽ നഗറിലേക്കാണ്. ഇപ്പോൾ ലോഡൊക്കെ കിട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പോണ വഴിക്ക് 27 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 4:15 ആയിട്ടുണ്ട്. ഗ്ലാസ് നല്ല ഡസ്റ്റ് ഉള്ളതുകൊണ്ട് ഫ്രെയിം ക്ലിയർ അല്ല. അപ്പോൾ ഇത് റിംഗ് റോഡ് ബൈപ്പാസാണിത്. അപ്പം നമ്മൾ ടോളൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ താഴെ കാണുന്ന റോഡ് വന്നിട്ട് വണ്ടലൂർ പോണ റോഡാണ്. വണ്ടലൂർ കാഞ്ചീപുരം ബൈപ്പാസാണ് ആ താഴെ കാണുന്നത്. അപ്പോൾ നമ്മളിത് ഗൂഡുവാഞ്ചേരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ ഒരു 5:15 ആയിട്ടുണ്ട്. അപ്പോൾ SRMൻ്റെ അവിടെ എത്തി. നമ്മൾ കൊത്തേരി എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മരമൽ നഗറിൻ്റെ ഉള്ളിലെത്തി. ഇപ്പോൾ ഇവിടെ ലോഡ് ഇറക്കിയിട്ട് വേറെ ഏതെങ്കിലും ലോഡ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏതാണ്ട് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു ജസ്റ്റ് ഒരു 400 മീറ്റർ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ലോഡ് കിട്ടിയിട്ടുണ്ട്. മരമൽ നഗറിൽ നിന്ന് നമുക്ക് പോകേണ്ടത് തിരുപ്പൂരൂരാണ്. അപ്പോൾ തിരുപ്പൂരൂരിലേക്ക് പോണ ഒരു ഇടവഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇത് സമയം ഇപ്പോൾ 7 മണിയായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസ്. ഒരു വണ്ടികളില്ല. അപ്പോൾ കുറച്ച് ഒരു സൈക്കിൾ ചാട്ടനും ഒരു ഓട്ടോറിക്ഷ ചാട്ടനും പോകും. ഇപ്പോൾ കുറച്ച് വീടുകളെത്തി ഗൈസ്. ഇത് വീണ്ടും അനാഥനായി. ഞാൻ 2 സൈഡിൽ ചില്ലൊക്കെ കയറ്റിയിട്ടു കേട്ടോ. ധൈര്യമുണ്ട്, എന്നാലും ഒരു പേടിയുണ്ട്. ധൈര്യത്തോട് കളർന്നിട്ടുള്ള പേടി.
അപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുന്നു. ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതായത് നമ്മൾ തിരുപ്പൂർ ബൈപ്പാസിലേക്ക് വന്ന് കയറി. ഇവിടുന്ന് ഒരു 13 കിലോമീറ്ററിൻ്റെ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ ഇപ്പോൾ ഡബിൾ ലൈനാണ്. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് സിംഗിൾ ലൈനായിട്ട് മാറും. അപ്പോൾ പാർട്ടിക്കാരുടെ രാഷ്ട്രീയക്കാരുടെ എന്തോ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതേ സിംഗിൾ ലൈൻ ആയിട്ടുണ്ട്. ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 6 കിലോമീറ്റർ കൂടി. തിരുപ്പൂരൂർ എന്ന് പറഞ്ഞു. ലോഡ് എന്ന് പറയാനൊന്നുമില്ല, ഈ ഐസ്ക്രീമിൻ്റെ ഒരു ഫ്രിഡ്ജാണ് കയറ്റിയിട്ടുള്ളത്. എന്തിൻ്റെ എത്തുന്നുണ്ട് ഗൈസ്, ചവിട്ടി. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്ത് എത്തി. ഇറക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇവിടുന്ന് വീട് എത്തണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 49 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരിക്കും സിറ്റിയുടെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സൈഡാക്കി നിർത്തി. അപ്പോൾ വൈൻഡ് അപ്പിൻ്റെ ടൈമാണ്. So you guys will enjoy the today's vlog and see you next vlog. Till then, bye bye.